പ്രിയപ്പെട്ടവരെ, പുരുഹരിണ പുരേശ മാഹാത്മ്യം ഇത് ഏറ്റുമാനൂർ മഹാക്ഷേത്ര മാഹാത്മ്യമാണെന്ന് നമുക്കറിയാം. ധനപുഷ്ടി കൊണ്ടും പ്രസിദ്ധി കൊണ്ടും തിരുവിതാംകൂറിലുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒട്ടും അപ്രധാനമല്ലാത്തതാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇവിടെ ഗരപ്രകാശ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അത്യുഗ്രമൂർത്തിയായ ശിവന്റെ സാന്നിധ്യം ആദ്യകാലം മുതൽക്കു തന്നെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തപസ്വിയായ ഒരു ബ്രാഹ്മണന്റെ ശാപനിമിത്തം ഈ സ്ഥലം 1000 സംവത്സരകാലം വലിയ വനമായി കിടന്നുപോയി എന്നും തദനന്തരം പ്രസിദ്ധനായ വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുകയും 36 നാഴിക ചുറ്റളവുള്ള സ്ഥലം മുഴുവനും ദേവന്റെ സങ്കേതമാക്കി തീർക്കുകയും ഈ സ്ഥലത്തു നിന്നുള്ള ആദായം കൊണ്ടും അയൽദേശവാസികളായും മറ്റുമുള്ള മഹാജനങ്ങളുടെ സഹായത്തോടു കൂടിയും ഇവിടെ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും പ്രസിദ്ധ തന്ത്രിയായ താഴമൺ പോറ്റിയെ കൊണ്ട് ദേവന് നവീകരണത്തോടുകൂടി കലശം മുതലായ ക്രിയകൾ നടത്തിക്കുകയും പടിത്തരം നിശ്ചയിക്കുകയും മറ്റും ചെയ്തെന്നുമാണ് ഐതിഹ്യം. അതൊക്കെ എന്തുതന്നെയായാലും ഇവിടെ അസാമാന്യമായി ദേവസാന്നിധ്യമുണ്ടെന്നും ഇവിടുത്തെ ദേവന്റെ മാഹാത്മ്യം അത്ഭുതകരമാണെന്നുമുള്ളതിന് സംശയമില്ല. ഏറ്റുമാനൂർ ദേവന്റെ പ്രസിദ്ധി കേരളത്തിൽ മാത്രമല്ല പരദേശങ്ങളിലും ധാരാളമായി വ്യാപിച്ചിട്ടുണ്ട്. രക്ഷസ്, അപസ്മാരം എന്നീ ബാധകളെ ഒഴിക്കുന്ന വിഷയത്തിലാണ് ഏറ്റുമാനൂർ മഹാദേവന്റെ ശക്തി സവിശേഷം പ്രത്യക്ഷപ്പെട്ട് കാണുന്നത്. വിശ്വാസവും ഭക്തിയുമുള്ളവരിലാരും ഈ ദേവസന്നിധിയിൽ വന്നിട്ട് കാര്യം സാധിക്കാതെ മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളത് ഈ കഥകൾ നമ്മെ മനസ്സിലാക്കി തരുന്നു. പണ്ടൊരിക്കൽ ഒരു ചെമ്പകശ്ശേരി രാജാവിന് സഹിക്കവയ്യാതെയുള്ള ഒരു വയറ്റിൽ വേദനയുണ്ടായി. അനേകം വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിപ്പിക്കുകയും പല ക്ഷേത്രങ്ങളിൽ ഭജനമിരിക്കുകയും ചെയ്തിട്ടും വയറ്റിൽ വേദനയ്ക്ക് യാതൊരു കുറവുമുണ്ടായില്ല. പിന്നെ ഏറ്റുമാനൂർ ദേവസന്നിധിയിൽ ചെന്ന് ഭജിച്ചാൽ ഈ ഉദരവ്യാധി ശമിക്കുമെന്ന് കാണുകയാൽ രാജാവ് അവിടെ ചെന്ന് ഭജനം തുടങ്ങി. 41 ദിവസത്തെ ഭജനം കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിന് വേദന വളരെ കുറയുകയും ഒരുവിധം സഹിക്കാമെന്നുള്ള സ്ഥിതിയാവുകയും ചെയ്തു. പിന്നെയും അദ്ദേഹം ഭക്തിയോടും വിശ്വാസത്തോടും നിഷ്ഠയോടും കൂടി 1 സംവത്സരം ഭജിച്ചു. വയറ്റിൽ വേദന നിശേഷം മാറി രാജാവ് പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു. ഭജനം ഏതാണ്ട് 11 മാസമായപ്പോൾ തന്നെ രാജാവ് ഭജനം കാലം കൂടുന്ന ദിവസം ക്ഷേത്രത്തിൽ ഒരു സദ്യയും വിളക്കും കഴിക്കണമെന്നും നിശ്ചയിച്ചു. അത് നിശ്ചയിച്ച ദിവസം രാജാവിന് ഒരു സ്വപ്നമുണ്ടായി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ചെന്ന്, എനിക്ക് സദ്യയും വിളക്കുമൊന്നും ആവശ്യമില്ല, വിചാരിച്ചിട്ടുള്ള സംഖ്യ പണ്ടമായിട്ടോ പണമായിട്ടോ തന്നാൽ മതി എന്ന് പറഞ്ഞതായിട്ടാണ് സ്വപ്നം കണ്ടത്. ഇത് ഏറ്റുമാനൂർ മഹാദേവൻ തന്നെ അരുളി ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പിറ്റേ ദിവസം പ്രശ്നം വയ്പ്പിച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെ വിധിക്കുകയും ചെയ്തു. അതിനാൽ രാജാവ് സദ്യയ്ക്കും വിളക്കിനുമായി നിശ്ചയിച്ചിരുന്ന സംഖ്യയിൽ നിന്ന് ഏതാനും ചെലവ് ചെയ്ത് ഓടുകൊണ്ട് ഒരു വൃഷഭ വിഗ്രഹം വാർപ്പിച്ചു. ഭജനം കാലം കൂടിയ ദിവസം നടക്കി വയ്ക്കുകയും ശേഷം പണം ഭണ്ഡാരത്തിലിടുകയും ചെയ്തു. ആ വൃഷഭ വിഗ്രഹത്തിന്റെ അകം പൊള്ളയാണ്. അതിൻ്റെ ഒരു വശത്ത് ഒരു ദ്വാരവും ആ ദ്വാരത്തിന് ശംഖുപിരിയായിട്ട് ഒരടപ്പുമുണ്ട്. ആ വിഗ്രഹത്തിനകത്ത് നിറച്ച് ചെന്നല്ല് വിത്താക്കി അടച്ചാണ് അത് നടക്കി വച്ചത്. അത് നടക്കി വെച്ച ദിവസം രാത്രിയിൽ രാജാവിന് വീണ്ടും ഒരു ദർശനമുണ്ടായി. അദ്ദേഹം കിടന്നുറങ്ങിയ സമയം മുമ്പ് സ്വപ്നത്തിൽ കണ്ട ആൾ തന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു. ഇനി അങ്ങേക്ക് വയറ്റിൽ വേദന ഒരിക്കലും ഉണ്ടാവുകയില്ല. നാളെ തന്നെ സ്വദേശത്തേക്ക് പോയിക്കൊള്ളൂ. അങ്ങ് നടക്കി വച്ചിരിക്കുന്ന വൃഷഭ വിഗ്രഹത്തിന്റെ അടപ്പു തുറന്ന് ഒരു നെല്ലെടുത്ത് ഭക്ഷിച്ചാൽ ആർക്കും ഏത് വിധത്തിലുള്ള ഉദരവ്യാധിയും ശമിക്കും എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നി. രാജാവ് ആ വിവരം ദേവസ്വക്കാരെ അറിയിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ആ വൃഷഭ വിഗ്രഹം ഇപ്പോഴും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മണ്ഡപത്തിലിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നെല്ലെടുത്ത് തിന്നിട്ട് പലർക്കും ഉദരവ്യാധി ഭേദമാകുന്നുമുണ്ട്. പണ്ടൊരു കാലത്ത് ഒരു തമ്പുരാൻ ആളറിയാതെ ഒരു പരദേശ ബ്രാഹ്മണനെ വെട്ടിക്കൊന്നു. ആ ബ്രഹ്മരക്ഷസ് തമ്പുരാനെ ബാധിക്കുകയും തന്നിമിത്തം തമ്പുരാൻ വലിയ കഷ്ടസ്ഥിതിയിലായി തീരുകയും ചെയ്തു. ആ രക്ഷസിനെ ഒഴിക്കാനായിട്ട് തമ്പുരാൻ പലരെ കൊണ്ടും മന്ത്രവാദങ്ങൾ ചെയ്യിക്കുകയും അനേകം ദേവാലയങ്ങളിൽ ഭജനം ആരംഭിക്കുകയും ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം അദ്ദേഹം ഏറ്റുമാനൂർ ദേവസന്നിധിയിലെത്തി ഏറ്റവും നിഷ്ഠയോടുകൂടി ഭജനം തുടങ്ങി. 41 ദിവസം രക്ഷസ് തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞുപോയി. അനന്തരം തമ്പുരാൻ പ്രതിദിനം 36 ബ്രാഹ്മണർക്ക് വീതം ക്ഷേത്രത്തിൽ
ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടുന്ന വസ്തുവകകൾ ദേവസ്വത്തിലേക്ക് വെച്ചൊഴിഞ്ഞു കൊടുത്തു. ആ 36 ഭക്ഷണം ഇപ്പോഴും അവിടെ മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട്. ഇനിയും ഇതുപോലെ അത്ഭുതകരമായ ധാരാളം കഥകളുണ്ട്. ഒരിക്കൽ സാമൂതിരിപ്പാട് തമ്പുരാന്റെ മാധവി എന്നു പേരായ ഒരു തമ്പുരാട്ടിയുടെ തലയിൽ ഒരു വലിയ വ്രണമുണ്ടായി. അനേകം ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം വ്രണം വളരെ വർദ്ധിക്കുകയും പുഴുക്കുകയും ചെയ്തു. അപ്പോൾ തമ്പുരാട്ടിക്ക് വേദനയും മനസ്താപവും സഹിക്കാൻ വയ്യാതെയായി തീർന്നു. ഒരു ദിവസം രാത്രിയിൽ തമ്പുരാട്ടി വേദന കൊണ്ട് ഉറക്കം വരാതെ വ്യസനിച്ചുകൊണ്ട് കിടന്നപ്പോൾ ഏറ്റുമാനൂർ മഹാദേവന്റെ മഹാത്മ്യങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതിനെക്കുറിച്ച് ഓർമ്മ വരികയാൽ, എൻ്റെ ഏറ്റുമാനൂർ മഹാദേവ, ഈ വ്യാധി മാറ്റി ഒരു ദിവസമെങ്കിലും സുഖമായി ജീവിച്ചിരിക്കാൻ എനിക്ക് സംഗതിയാക്കി തന്നാൽ അവിടെ എൻ്റെ പേർക്ക് എന്നും ഒരു പൂജ നടത്തിച്ചേക്കാം. അനേകം പേരുടെ രോഗങ്ങളും ബാധകളും മാറ്റി അവിടുന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ. എന്നെക്കുറിച്ചുകൂടി അവിടേക്ക് സ്വല്പം കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ വേദന കുറയുകയും തമ്പുരാട്ടി ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു. ആ സമയം വലത്തുകൈയിൽ ഒരു വാളും ഇടത്തുകൈയിൽ ഒരു ഭസ്മസഞ്ചിയും അരയിൽ ഒരു പട്ടും ധരിച്ച് ഒരാൾ തൻ്റെ അടുക്കൽ വരികയും വാൾകൊണ്ട് തലയിലെ പുഴുക്കളെയെല്ലാം വടിച്ചു കളഞ്ഞ് ഭസ്മം തേച്ചിട്ട്, നീ ഒട്ടും വ്യസനിക്കേണ്ട, നിന്റെ സുഖക്കേട് നിശേഷം ഭേദമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു എന്ന് തമ്പുരാട്ടി സ്വപ്നം കണ്ടു. നേരം വെളുത്ത് തമ്പുരാട്ടി ഉണർന്ന് തലയിൽ തപ്പി നോക്കിയപ്പോൾ വ്രണം നിശേഷം ഉണങ്ങിയിരിക്കുന്നതായി അറിഞ്ഞു. ലേശം പോലും വേദന ഉണ്ടായിരുന്നുമില്ല. ഉടനെ തമ്പുരാട്ടി ഈ വിവരമെല്ലാം സാമൂതിരിപ്പാട് തമ്പുരാന്റെ അടുക്കൽ അറിയിക്കുകയും തമ്പുരാൻ അത്യധികം സന്തോഷിക്കുകയും വിസ്മയിക്കുകയും അടുത്ത ദിവസം തന്നെ മാധവി തമ്പുരാട്ടിയെയും കൊണ്ട് പരിവാര സമേതം പുറപ്പെട്ട് ഏറ്റുമാനൂരെത്തുകയും ചെയ്തു. തമ്പുരാൻ അവിടെ ഏതാനും ദിവസം താമസിച്ചു. 336 പറ നിലവും 7.5 മുറി പുരയിടവും വാങ്ങി. അതിന്റെ ആധാരവും അസംഖ്യം പണവും പട്ടും രത്നങ്ങളും മാധവി തമ്പുരാട്ടിയെ കൊണ്ട് നടക്കി വയ്പ്പിച്ച് വന്ദിപ്പിക്കുകയും ആ വസ്തുക്കളിലെ ആദായമെടുത്ത് പതിവായി ദേവന് അഭിഷേകം കഴിഞ്ഞാലുടനെ ഒരു പൂജ നടത്തുന്നതിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഈ പൂജ പതിവായി നിർവിഘ്നം നടത്തിക്കുന്നതിനായി അദ്ദേഹം തന്റെ ശമ്പളക്കാരിൽ ചിലരെ അവിടെ താമസിപ്പിച്ചു. അവർക്ക് താമസിക്കുന്നതിന് ഒരു മഠം പണിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ കഴിച്ചിട്ടാണ് തമ്പുരാൻ മടങ്ങിപ്പോയത്. അത്രയും കാലം ഏറ്റുമാനൂർ മഹാദേവനെ ഭജിച്ചുകൊണ്ട് മാധവി തമ്പുരാട്ടിയും അവിടെ താമസിച്ചിരുന്നു. തമ്പുരാട്ടിയുടെ വകയായി ഏർപ്പെടുത്തിയ പൂജ ഇപ്പോഴും അവിടെ പതിവായി നിർവിഘ്നം നടന്നു വരുന്നുണ്ട്. ആ പൂജയ്ക്ക് മാധവിപ്പള്ളി പൂജ എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. പൂജ വകയ്ക്കായി ദേവസ്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത നിലത്തിന് മാധവിപ്പള്ളി നിലമെന്നും പുരയിടങ്ങൾക്ക് മാധവിപ്പള്ളി പുരയിടമെന്നും ഇപ്പോഴും പേര് പറഞ്ഞു വരുന്നു. ഈ പൂജയ്ക്ക് നീലക്കരിമ്പിന്റെ 6 ഫലം, ശർക്കരയും 6 നാളികേരവും 2 തുടം നെയ്യും 2 നാഴി അരിയുമായിട്ട് ഒരു ഇടിച്ചു പിഴിഞ്ഞ പായസവും 1 പറ അരി വെള്ള നിവേദ്യവും വിളക്കുവകയ്ക്ക് നാഴി എണ്ണയുമാണ് പതിവ്. ഇനി അത്ഭുതകരമായ മറ്റൊരു കഥ കൂടി കേൾക്കാം. വയോവൃദ്ധനായ ഒരു പരദേശ ബ്രാഹ്മണൻ ചേർത്തലയുള്ള ധനവാനായ ഒരു തിരുമുൽപ്പാടിന്റെ അടുക്കൽ ചെന്ന്, എൻ്റെ കൈവശം 1000 രൂപയുണ്ട്. ഇത് എൻ്റെ ചെറുപ്പം മുതൽ ഓരോ സ്ഥലങ്ങളിൽ സദ്യയ്ക്ക് ദേഹണ്ഡം കഴിച്ചും പ്രതിഗ്രഹം വാങ്ങിയും മറ്റും വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്. ഇതല്ലാതെ എനിക്ക് വേറെ യാതൊരു സമ്പാദ്യവുമില്ല. ഇപ്പോൾ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ലാതായിരിക്കുന്നു. 2-3 കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യുവാൻ പ്രായമായിട്ടുമില്ല. ഭാര്യയ്ക്ക് ദേഹത്തിന് നല്ല സുഖമില്ല. ഈ പണത്തിൻ്റെ പലിശ കൊണ്ട് വേണം നിത്യവൃത്തി കഴിഞ്ഞുകൂടാൻ. അതിനാൽ ഈ രൂപ ഇവിടുന്ന് ആർക്കെങ്കിലും കൊടുത്ത് പലിശ ഈടാക്കി തന്ന് ഈ പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തെ ഇവിടുന്ന് രക്ഷിക്കണം. മറ്റാരുടെ കൈവശവും കൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഏർപ്പാടുള്ളവർ ധാരാളമുള്ളതുകൊണ്ട് ഇവിടേക്ക് യാതൊരു ബുദ്ധിമുട്ടായി വരികയുമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് തിരുമുൽപ്പാട്, ഇത് വാങ്ങി ആർക്കെങ്കിലും കൊടുത്ത് ശരിയായ പ്രമാണം വാങ്ങുകയും ആണ്ടുതോറും മുറയ്ക്ക് പലിശ വാങ്ങി അങ്ങേക്ക് തരികയും അതിനൊക്കെ കണക്കെഴുതുകയും മറ്റും പ്രയാസമുള്ള കാര്യമാണ്. ചിലർക്ക് കൊടുത്തിട്ട് കിട്ടാതെ വന്നാൽ അന്യായം കൊടുത്ത് ഈടാക്കേണ്ടതായും വരും. അപ്പോൾ കുറേശ്ശെ പാഴ്ചെലവും ബുദ്ധിമുട്ടും വേണ്ടി വന്നേക്കും. ചിലപ്പോൾ പണം പലിശയ്ക്ക് പോകാതെ ഇരിപ്പായി പോയാലും ഞാൻ അങ്ങേക്ക് പലിശ തരണമല്ലോ, അതെനിക്ക് നഷ്ടകാരണമായി തീരുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് പരമാർത്ഥ സ്ഥിതിയെങ്കിലും അങ്ങ് എൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചിട്ട് ഞാൻ തീരെ ഉപേക്ഷിക്കുന്നത് കഷ്ടമാണല്ലോ. അതിനാൽ 1000 രൂപയ്ക്ക് ആണ്ടിൽ 60 രൂപ പലിശയായിട്ട്
സമ്മതമുണ്ടെങ്കിൽ രൂപ തന്നേക്കൂ, ഞാൻ എടുത്തുകൊള്ളാം. പണം പലിശയ്ക്ക് പോകാതെ ഇവിടെ ഇരുന്നു പോയാലും ഈ പലിശ ഞാൻ തന്നേക്കാം. ഒരു ബ്രാഹ്മണ കുടുംബം രക്ഷിക്കാനായിട്ട് സ്വല്പം നഷ്ടവും ബുദ്ധിമുട്ടും വന്നാലും അതൊന്നും ഒരു വലിയ കാര്യമായി ഞാൻ വിചാരിക്കുന്നില്ല. പലിശ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പണം ഇവിടെ വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. പലിശ സ്വല്പം കുറഞ്ഞാലും മുതലിന് ദോഷം വരികയില്ലല്ലോ എന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ തിരുമുൽപ്പാട് പറഞ്ഞ പോലെ തന്നെ പലിശ സമ്മതിച്ച് രൂപ കൊടുത്തു. തിരുമുൽപ്പാട് രൂപ 1000 എണ്ണിയെടുത്തുകൊണ്ട് അതിന് ബ്രാഹ്മണന് ഒരു പ്രമാണവും എഴുതി കൊടുത്തു. പ്രമാണം വാങ്ങിക്കൊണ്ട് ബ്രാഹ്മണൻ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. പിന്നെ ആണ്ട് തികഞ്ഞപ്പോൾ ബ്രാഹ്മണൻ തിരുമുൽപ്പാടിന്റെ അടുക്കലെത്തി. ഉടനെ തിരുമുൽപ്പാട് പലിശ വക ഉറുപ്പിക 60 എണ്ണിക്കൊടുക്കുകയും ബ്രാഹ്മണൻ അത് വാങ്ങിക്കൊണ്ട് രശീത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രമാണത്തിന് കാലഹരണം സംഭവിക്കാറായതിനാൽ കാലഹരണം വരുന്നതിന്റെ തലേ ദിവസം ബ്രാഹ്മണൻ തിരുമുൽപ്പാടിന്റെ അടുക്കൽ ചെന്ന്, നമ്മുടെ പ്രമാണത്തിന് കാലഹരണദോഷം സംഭവിക്കാറായിരിക്കുന്നു, അതിനാൽ അതൊന്ന് മാറി എഴുതി തന്നാൽ കൊള്ളാം. എനിക്ക് അവിടുത്തെ പേരിൽ അവിശ്വാസമുണ്ടായിട്ട് പറയുന്നതല്ല. പ്രമാണത്തിന് കാലഹരണം വന്നാലും ഇവിടെ നേരുകേട് പറയുകയില്ലെന്ന് എനിക്ക് നല്ല ധൈര്യമുണ്ട്. എങ്കിലും മനുഷ്യാവസ്ഥയല്ലേ, പ്രമാണം ശരിയായി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഞാൻ അഗതിയാണെന്നും എനിക്ക് വേറെ സമ്പാദ്യമൊന്നും ഇല്ലെന്നും അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമുൽപ്പാട്, പ്രമാണത്തിന് നാളെ കാലഹരണമാകുമെന്നുള്ള കാര്യം ഞാൻ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പ്രമാണം മാറിയെഴുതാനും അങ്ങേക്ക് പലിശ തന്നുകൊണ്ടിരിക്കാനും മറ്റും എന്നെക്കൊണ്ട് സാധിക്കയില്ല. ഇവിടെയുള്ള കൊടുക്കൽ വാങ്ങലുകളെല്ലാം തന്നെ ഇനി മതിയാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങേക്ക് തരുവാനുള്ള ഒരാണ്ടത്തെ പലിശയും മുതലും നാളെ രാവിലെ വന്നാൽ തന്നേക്കാം. പണം ഇവിടെ തയ്യാറുണ്ട്. ഒരു 100-150 ഉറുപ്പിക മാത്രമേ പോരാതെയുള്ളൂ. അത് നാളെ രാവിലെ ഉണ്ടാവും. എനിക്ക് ഒരാൾ ഒരു 500 ഉറുപ്പിക പലിശ തരാനുമുണ്ട്. അത് നാളെ കാലത്ത് 7 മണിക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവരാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാളെ ഞാൻ ഇന്നലെ വൈകുന്നേരവും കണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് ബ്രാഹ്മണൻ, മുതൽ കുറച്ചുകാലം കൂടി ഇവിടെ തന്നെ നിർത്തിയാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇനി അതൊക്കെ പ്രയാസമാണ്. അങ്ങ് പണം വേറെ ആർക്കെങ്കിലും കൊടുത്തുകൊള്ളണം. മുതലുള്ള ആളായിരിക്കുകയും വസ്തു ഈട് കാണിച്ച് പ്രമാണം തരികയും ചെയ്താൽ പിന്നെ പേടിക്കാൻ എന്താണുള്ളത്? പണം തന്നില്ലെങ്കിൽ നമുക്ക് ഈടാക്കാമല്ലോ എന്ന് തിരുമുൽപ്പാട് പറയുകയാൽ ബ്രാഹ്മണൻ ഒടുക്കം അങ്ങനെ സമ്മതിച്ച് അന്ന് അവിടെ താമസിച്ചു. ഏകദേശം 8 മണിയായപ്പോൾ തിരുമുൽപ്പാട്, അയാൾ വന്നില്ലല്ലോ, ഞാനൊന്നിറങ്ങി അയാളെ അന്വേഷിക്കട്ടെ. താമസിക്കുകയില്ല, ക്ഷണത്തിൽ വന്നേക്കാം. പണം അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഉണ്ടാകും. എങ്ങനെയായാലും കാര്യത്തിന് കുഴപ്പമില്ല. ഞാൻ മടങ്ങി വരുമ്പോഴേക്കും അങ്ങ് കുളിച്ച് ഊണ് കഴിക്കണം. പണവും കൊണ്ട് പോകുമ്പോൾ കുളിക്കാനും ഉണ്ണാനുമായി വഴിക്ക് വല്ല സ്ഥലത്തും കയറുന്നത് ശരിയല്ല. വല്ലതും അനർത്ഥമുണ്ടായാൽ വിഷമമാണ്. കാലം കലിയുഗമല്ലേ. ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. പണം ആളെ കൊല്ലിയാണ്. നല്ല പോലെ സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബ്രാഹ്മണൻ കുളിയും ഊണും കഴിച്ച് തിരുമുൽപ്പാടിന്റെ വരവിനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. നേരം 10 മണിയായി, 12 മണിയായി, 2 മണിയായി. തിരുമുൽപ്പാടിനെ കാണുന്നില്ല. അപ്പോൾ ബ്രാഹ്മണന് കുറേശ്ശെ ദുശ്ശങ്ക തുടങ്ങി. അന്ന് പ്രമാണം മാറിയെഴുതുകയോ അന്യായം കോടതിയിൽ കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ കാലഹരണമാകും. സംഖ്യ 1000 രൂപയ്ക്ക് മേലുള്ളതിനാൽ അന്യായം കൊടുക്കണമെങ്കിൽ ആലപ്പുഴ ജില്ലാ കോർട്ടിൽ വേണം. 2 മണിക്ക് തന്നെ പോയാലും കച്ചേരി പിരിയുന്നതിന് മുമ്പ് ആലപ്പുഴ ചെന്ന് അന്യായം എഴുതിച്ച് കോടതിയിൽ കൊടുക്കുന്ന കാര്യം അസാധ്യമാണല്ലോ. അതിനാൽ ബ്രാഹ്മണൻ മനസ്സിലെ വ്യസനവും പരിഭ്രമവും പുറത്തു കാണിക്കാതെ ധൈര്യത്തോടുകൂടി അവിടെ തന്നെ ഇരുന്നു. ഏകദേശം 3 മണിയായപ്പോൾ തിരുമുൽപ്പാട് മടങ്ങിയെത്തി. അദ്ദേഹം അതുവരെ കുളിക്കുകയും ഉണ്ണുകയും ഉണ്ടായിട്ടില്ലായിരുന്നു. അതിനാൽ ഗൃഹത്തിലെത്തിയ ക്ഷണത്തിൽ ഒന്നും മിണ്ടാതെ കുളിക്കാനും ഉണ്ണാനും പോയി. കുളിയും ഊണും കഴിഞ്ഞപ്പോഴേക്കും നേരം ഏകദേശം മണി 4:30 അപ്പോൾ പുറത്ത് ബ്രാഹ്മണന്റെ അടുക്കൽ വന്നു. പണത്തിനായി ഓടി നടന്നതുകൊണ്ട് കുളിക്കാനും ഉണ്ണാനും ഒന്നും ഒത്തില്ല. ഇന്ന് ഞാൻ ഇപ്പോഴാണ് ഊണ് കഴിച്ചത്. ഇങ്ങനെ ഒരു കഷ്ടപ്പാട് എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തരക്കേടൊന്നുമില്ല. ഇന്ന് ഏതെങ്കിലും നേരം വൈകിയല്ലോ, നാളെ നേരത്തെ ഏർപ്പാട് തീർത്തേക്കാം എന്ന് പറഞ്ഞു. തിരുമുൽപ്പാട് പറഞ്ഞതിനെ വിശ്വസിച്ച് ബ്രാഹ്മണൻ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം കാലത്തെ തിരുമുൽപ്പാട് ഉറക്കമുണർന്ന് പുറത്തു വന്ന് ബ്രാഹ്മണനോട് പ്രമാണമെടുക്കൂ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പ്രമാണം എടുത്തു കൊടുത്തു. തിരുമുൽപ്പാട് പ്രമാണം വാങ്ങി നോക്കിയിട്ട്,
ഹേ, ഈ പ്രമാണത്തിന് കാലഹരണം വന്നുപോയല്ലോ. കാലഹരണം വന്ന പ്രമാണത്തിന് പണം കൊടുക്കുക ഇവിടെ പതിവില്ല. എനിക്കാരും തരാറുമില്ല. അതിനാൽ പണത്തിനായി ഇനി താമസിക്കണമെന്നില്ല. അങ്ങേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് തിരുമുൽപ്പാട് നേരം പോക്ക് പറയുകയാണെന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ, ഹേ, നേരം പോക്ക് പറയാതെ പണം തന്ന് എന്നെ അയക്കണം. നേരം പുലരുന്നു. ഇനിയും ഇവിടെ താമസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. താമസിക്കണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേരം പോക്ക് പറയുക എനിക്ക് പതിവില്ല. ഞാൻ കാര്യമാണ് പറഞ്ഞത്. കാലഹരണം വന്ന പ്രമാണപ്രകാരമുള്ള പണം തരാൻ ഞാൻ തയ്യാറല്ല. ഇത് തീർച്ചയാണ് എന്ന് തിരുമുൽപ്പാട് ഗൗരവഭാവത്തോടുകൂടി വീണ്ടും പറഞ്ഞപ്പോൾ ബ്രാഹ്മണനുണ്ടായ മനസ്താപം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം. അദ്ദേഹം വ്യസനസമേതം വീണ്ടും വളരെയൊക്കെ പറഞ്ഞു നോക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല. തിരുമുൽപ്പാട് പണം കൊടുക്കുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ആ സാധു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഉടനെ ഒരു തോണിയിൽ കയറി കായലിന് കിഴക്കേ കരയിലിറങ്ങി വൈക്കത്ത് ചെന്ന് കുളിയും നിത്യകർമാനുഷ്ഠാനവും കഴിച്ച് ക്ഷേത്രത്തിലെത്തി വൈക്കത്തപ്പനെ തൊഴുതിട്ട് മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരുന്നു. സദ്യയ്ക്ക് ഇലവെച്ച് തുടങ്ങിയിട്ടും അദ്ദേഹം അവിടെ നിന്ന് എണീറ്റില്ല. ഊണ് കഴിക്കാനായി പലരും ചെന്ന് വിളിച്ചിട്ടും അദ്ദേഹം പോയതുമില്ല. ജലപാനം പോലും കഴിക്കാതെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. നേരം സന്ധ്യയായപ്പോൾ പോയി സന്ധ്യാവന്ദനം കഴിച്ച് തിരിച്ചു വന്നു. പിന്നെയും മണ്ഡപത്തിൽ കയറി ജപിച്ചുകൊണ്ടിരുന്നു. അത്താഴ ശീവലി കഴിഞ്ഞ് അമ്പലം അടയ്ക്കാറായപ്പോൾ ചിലർ ചെന്ന് പുറത്തിറങ്ങി പോകണമെന്ന് പറഞ്ഞതിനാൽ അദ്ദേഹം അവിടെ നിന്നിറങ്ങി കൊടിമരച്ചുവട്ടിൽ ചെന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേത്രം കാവൽക്കാർ ചെന്ന് അവിടെ നിന്നും ഇറങ്ങി മതിൽക്ക് പുറത്തു പോകണമെന്ന് പറയുകയാൽ അദ്ദേഹം അവിടെ പോയി കിഴക്കേ ഗോപുരത്തിന്റെ പുറത്തെ തറയിൽ ചെന്നിരുന്നു. നേരം രാത്രി ഏകദേശം 10 മണിയായപ്പോൾ ഇരിക്കാൻ വയ്യാതായിട്ട് അദ്ദേഹം അവിടെ കിടന്നു. വ്യസനം കൊണ്ട് ഉറക്കം വന്നില്ലെങ്കിലും വിശപ്പും ക്ഷീണവും കൊണ്ട് അദ്ദേഹം കണ്ണടച്ച് സ്വല്പമൊന്ന് മയങ്ങി. അപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങ് ഏറ്റുമാനൂർ ചെന്ന് സങ്കടം പറയൂ. ഏറ്റുമാനൂർ ദേവൻ നിവൃത്തി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ കണ്ണു തുറന്നു നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടതുമില്ല. ഇത് വൈക്കത്തപ്പന്റെ അരുളപ്പാട് തന്നെയാണ് എന്ന് നിശ്ചയിച്ച് അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് പതുക്കെ നടന്നു തുടങ്ങി. പിറ്റേ ദിവസം കാലത്തെ ഏകദേശം 8 മണിയായപ്പോഴേക്കും അദ്ദേഹം ഒരു വിധത്തിൽ ഏറ്റുമാനൂരെത്തി. ഉടനെ പോയി കുളിച്ച് നിത്യകർമാദികൾ കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെത്തി മഹാദേവനെ വന്ദിച്ചിട്ട് മണ്ഡപത്തിലിരുന്നു. ജപം തുടങ്ങി. നമസ്കാരം മൂന്ന് കാലമായപ്പോൾ പലരും ചെന്ന് വിളിച്ചിട്ടും അദ്ദേഹം പോകാതെ ജപിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അദ്ദേഹം അങ്ങനെ ഇരിക്കട്ടെ, ഇനി നമുക്ക് തിരുമുൽപ്പാടിന്റെ സ്ഥിതി എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കാം. ബ്രാഹ്മണൻ ഏറ്റുമാനൂരെത്തിയ ദിവസം കാലത്ത് 10 മണിയായപ്പോൾ തിരുമുൽപ്പാടിന് മുളകരച്ച് തേച്ചതുപോലെയോ ഉമിത്തിയിലിട്ടതുപോലെയോ ഇന്ന വിധമെന്ന് പറയാൻ വയ്യാത്ത വിധം ദേഹമാസകലം ഒരു നീറ്റലും പുകച്ചിലും തുടങ്ങി. അത് ക്രമേണ വർദ്ധിച്ച് തിരുമുൽപ്പാടിന് ഇരിക്കാനും കിടക്കാനും കുളിക്കാനും ഉണ്ണാനും ഒന്നും വയ്യാത്ത വിധത്തിലായി. ഉടനെ വൈദ്യന്മാരും മന്ത്രവാദികളുമൊക്കെ എത്തി ചികിത്സകളും മന്ത്രവാദങ്ങളുമൊക്കെ തുടങ്ങി. അവരെല്ലാവരും പഠിച്ച വിദ്യകളൊക്കെ പ്രയോഗിച്ചിട്ടും അദ്ദേഹത്തിന് സുഖക്കേട് കൂടിക്കൂടി വന്നതല്ലാതെ ലേശം പോലും കുറഞ്ഞില്ല. പിന്നെ പ്രസിദ്ധനായ കായ്ക്കര മേനവനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചപ്പോൾ ധനസംബന്ധമായ ഒരു കാര്യത്തിനായി ഒരു ബ്രാഹ്മണൻ ചെന്ന് ഏറ്റുമാനൂർ മഹാദേവനെ ശരണം പ്രാപിച്ചിരിക്കുന്നതിനാൽ ആ മഹാദേവന്റെ കോപനിമിത്തമാണ് ഈ സുഖക്കേടുണ്ടായിരിക്കുന്നതെന്നും ബ്രാഹ്മണന് കൊടുക്കാനുള്ള സംഖ്യ കൊടുത്ത് ക്ഷമായാചനം ചെയ്യുകയും അത്രയും സംഖ്യ ഭണ്ഡാരത്തിലിട്ട് മഹാദേവനെ വന്ദിക്കുകയും ചെയ്യാതെ സുഖക്കേട് ഭേദമാവുകയില്ലെന്നും അങ്ങനെ ചെയ്താൽ ഉടനെ സുഖമാകുമെന്നും വിധിച്ചു. ഉടനെ തിരുമുൽപ്പാട് 1100 രൂപ വീതം 2 കിഴികെട്ടി എടുപ്പിച്ചുകൊണ്ട് ഒരു തോണിയിൽ കയറി പുറപ്പെട്ട് ഏറ്റുമാനൂർക്ക് സമീപം അതിരമ്പുഴയെത്തി കരയ്ക്കിറങ്ങി നടന്ന് ഏറ്റുമാനൂർ ചെന്നു ചേർന്നു. അദ്ദേഹം കുളിച്ച് അമ്പലത്തിൽ ചെന്നപ്പോൾ ബ്രാഹ്മണൻ മണ്ഡപത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഒരു കിഴി അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്യുകയും മറ്റേ കിഴിയിലെ സംഖ്യ ഭണ്ഡാരത്തിലിട്ട് മഹാദേവനെ വന്ദിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ തിരുമുൽപ്പാടിന് സുഖക്കേടൊക്കെ മാറി പൂർണ്ണ സുഖമായി. ബ്രാഹ്മണന് മനസ്താപവും തീർന്നു, സന്തോഷമായി. അദ്ദേഹം കിഴിയഴിച്ച് എണ്ണി നോക്കി 1000 രൂപ എടുക്കുകയും 100 രൂപ ഭണ്ഡാരത്തിലിടുകയും ചെയ്തു. പിന്നെ അദ്ദേഹവും തിരുമുൽപ്പാടും പോയി ഊണ് കഴിച്ച് വീണ്ടും നടക്കൽ ചെന്ന് മഹാദേവനെ വന്ദിച്ചിട്ട് അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ അഘോരമൂർത്തിയായ ശിവഭഗവാന്റെ സാന്നിധ്യമുള്ള ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിന്റെ മഹാത്മ്യ കഥകൾ ധാരാളമുണ്ട്.